കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി മാത്യു കുഴൽനാടനും. കൃത്യമായി നിർമ്മിക്കപ്പെട്ട സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ പ്രസ്ഥാനത്തിൽ വരുന്നത് പാർട്ടിയുടെ വില കുറയ്ക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള വ്യക്തികളെ സംരക്ഷിക്കുന്ന വാണിജ്യ ചന്തയിലേക്ക് കോൺഗ്രസ് വഴുതി വീണുപോയെന്നും ഇത്തരക്കാരുടെ സാന്നിധ്യം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആത്മാവിനെ ദുർബലപ്പെടുത്തിയെന്നും ഫേസ്ബുക്കിൽ മാത്യു കുഴൽനാടൻ. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, എന്തൊക്കെയാണ് മാത്യു കുഴൽനാടൻ്റെ വാദങ്ങൾ? വിശദമായ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിച്ചാൽ. തീർച്ചയായും അജിംഷാദ് മാത്യു കുഴൽനാടൻ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നുള്ള ബുദ്ധി കൂടി ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. മിനി മോഹൻ എന്ന ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിനെ അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ട് അതിൽ പൂർണ്ണമായി യോജിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം പേജിൽ ഉന്നയിക്കുന്നത്. എന്നാൽ നമ്മൾ തന്നെ കയറി മിനി മോഹൻ എന്ന സൈറ്റിലേക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് കയറുമ്പോൾ അത്തരത്തിലൊരു പോസ്റ്റ് ഈ പറയുന്നയാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുമില്ല. അത് നമ്മൾ മുഖവുരയായി പറയണമല്ലോ. കാരണം ഇത് തന്റെ വിമർശനമാണോ എന്ന് ചോദിച്ചാൽ തന്റെ വിമർശനം എന്ന് എടുക്കുകയും വേണം. എന്നാൽ മറ്റൊരാൾ എഴുതിയത് എന്ന് ബോധപൂർവം ആ ഫേസ്ബുക്ക് പേജിൽ തന്നെ എഴുത്ത് എന്ന ഭാഗത്തിൽ എഴുതി ചേർത്തിട്ടുമുണ്ട്. എന്നാൽ അതിരൂക്ഷമായ വിമർശനം മാത്യു കുഴൽനാടന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് സംഘടനയിൽ യോഗ്യരല്ലാത്തവരെ വളർത്തി അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. റിയൽ രാഷ്ട്രീയമല്ലാതെ റീൽസ് രാഷ്ട്രീയത്തിന് പ്രചാരം നൽകി. അതൊക്കെയാണ് നിലവിലുള്ള ജീർണതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. രാഷ്ട്രീയ പ്രവർത്തനം സെലിബ്രിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവർ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാതെ വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു വാണിജ്യ ചിന്തയിലേക്ക് വഴുതിപ്പോയി. ഉമ്മൻചാണ്ടിയെ പോലുള്ള അപൂർവ രാഷ്ട്രീയ പ്രതിഭയെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഉപയോഗിക്കുന്നത് പോലുള്ള അസംബന്ധ കാഴ്ചകൾ ഇതിന്റെ തെളിവാണെന്നും വിമർശനത്തിൽ പറയുന്നുണ്ട്.